കഥയുടെ തുടക്കത്തിൽ ഒരാളെ കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. ഗോൾഡി ഉള്ളവൻ അവസാന വാക്കുപോലെ അവൻ്റെ വൺ പീസ് ട്രഷർ ഒരു ഗ്രാൻഡ് ലൈനിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ദി ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നു. റിമെയിൻസ് ഡൗൺ. ആദ്യം തന്നെ കഥ തുടങ്ങുന്നത് ഒരു സ്മോൾ വില്ലേജിൽ നിന്നാണ്. ഒരു വർഷം മുമ്പ് ഒരു പൈററ്റ് ഷിപ്പ് വില്ലേജിലെത്തി. അതിൽ ഒരാൾ ചോദിക്കുന്നു, ഹേ ലൂഫി, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? അത് അതേ വില്ലേജിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ലൂഫി ആരാന്ന് നമ്മളെ കാണിക്കുന്നു. അവനൊരു വില്ലേജ് ബോയാണ്. ഒരാൾ പറയുന്നു, ഹേ ലൂഫി, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇറങ്ങി വാ. അത് കഴിഞ്ഞ് നോക്കിയാൽ ഒരു പൈററ്റ് വന്ന് പറയുന്നു, എല്ലാവരും ഫൈറ്റ് നിർത്ത്. അപ്പോൾ തന്നെ ലൂഫിയും പറയുന്നു, ഞാനൊരു പൈററ്റാകും. അപ്പോൾ ഒരു ചുമന്ന മുടിക്കാരൻ പറയുന്നു, അത് കള്ളമാണ്. ലൂഫി, നിനക്കറിയാമോ എല്ലാവരും നിന്നെ ആർച്ചർ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം നിനക്ക് നീന്താൻ അറിയാത്തത് കൊണ്ടാണ്. നീന്താൻ അറിയാതെ നിനക്ക് ഒരു പൈററ്റ് ആകാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് ചുമന്ന മുടിക്കാരൻ ചിരിക്കുന്നു. നിനക്കൊരു പൈററ്റാവാൻ കഴിയില്ല. അപ്പോൾ ലൂഫി ദേഷ്യത്തോടെ പറയുന്നു, ഞാനൊരു സ്ട്രോങ് ഫൈറ്ററാണ്. ആ ചുമന്ന മുടിക്കാരൻ്റെ പേര് ഷാങ്ക്സ് എന്നാണ്. ലൂഫി പറയുകയാണ്, എൻ്റെ ഒരു പഞ്ച് പിസ്റ്റലിനെ പോലെ പവർഫുള്ളാണ്. ലൂഫി പറയുന്നു, നീ ഇത് കേൾക്കുന്നുണ്ടോ? നിൻ്റെ ഒരു പഞ്ച് പിസ്റ്റല് പോലെയാണോ ബോയ് എന്ന് ഷാങ്ക്സ് ലൂഫിയെ കളിയാക്കി പറയുന്നു. ലൂഫി കുറച്ച് പൈററ്റ്സിനോട് ചോദിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, സോറി, ഞങ്ങൾക്ക് പറ്റില്ല, നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് എല്ലാ പൈററ്റ്സും പോവുകയാണ്. അപ്പോൾ ഒരു പൈററ്റ് ലൂഫിയോട് പറയുന്നു, ഒരു കാലത്ത് ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ അനുവദിക്കും. അത് കേട്ട് ലൂഫി പറയുന്നു, ഞാനൊരു ചെറിയ കുട്ടിയല്ല, ക്യാപ്റ്റൻ ഷാങ്ക്സ്, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. അപ്പോൾ ഷാങ്ക്സ് ചിരിച്ച മുഖത്തോടെ ലൂഫിയെ നോക്കി പറയുന്നു, നീ ഒരു വലിയ കുട്ടിയാണ്. ചിലപ്പോൾ ഒരു 10 വയസ്സാകുമ്പോൾ നിനക്ക് ഞാൻ ഒരു ചേഞ്ച് കാണുന്നു. അത് കേട്ട് ലൂഫി ഷാങ്ക്സിനോട് പറയുന്നു, അതൊരു ഡയറക്റ്റ് ട്രിക്കായിരുന്നു. അപ്പോൾ ഷാങ്ക്സ് പറയുന്നു, ഒരു റിയൽ പൈററ്റ് ഒരിക്കലും പാല് കുടിക്കാറില്ല. അത് കേട്ട് ലൂഫി മനസ്സിൽ സങ്കടം കൊണ്ട് പറയുന്നു. അത് കേട്ട് ഷാങ്ക്സിന് അപ്പോൾ തന്നെ മനസ്സിലായി ലൂഫി അപ്സെറ്റ് ആകുകയാണെന്ന്. അപ്പോൾ ഷാങ്ക്സ് പറയുന്നു, നീ അപ്സെറ്റ് ആവരുത്, ഞാൻ നിനക്ക് ഇനിയും പാല് തരാം. അവിടുന്ന് മാറിയാൽ ഒരാൾ പറയുന്നു, ലൂഫിയെ നോക്കി, ഒരു റിയൽ ക്യാപ്റ്റൻ അറിയാം ആളുകളെ എങ്ങനെ കൊണ്ട് നടക്കണമെന്ന്. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് എൻ്റേതായും ഈ യൂട്യൂബ് ചാനലിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയത്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ശബ്ദങ്ങളും അങ്ങനെ പലതും കാണും. അത് ശ്രദ്ധിക്കാതെ കാണുകയാണ്, കുഴപ്പമില്ല. എനിക്ക് മ്യൂസിക് ഇടായിരുന്നു, പക്ഷേ കോപ്പിറൈറ്റ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിപ്പം ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ്. ഇനിയും പാർട്ട് കാണും. പിന്നെ വലിയൊരു വീഡിയോ അല്ലേ ഇത്. ഇനി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം. ഇനി വലിയൊരു ഇതല്ല, നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ലൂഫി, നമ്മൾ മാഗായിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വേറൊന്നും മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പം, അങ്ങനെയില്ല. പിന്നെ വലുതായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഇപ്പം ഞാൻ ഇട്ടുന്ന വീഡിയോ ഞാൻ ഭയങ്കര പതിയെയും ശബ്ദം കുറച്ചുമൊക്കെ ആയിരിക്കും. കാരണം പുതിയ വീഡിയോ അല്ലേ, തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വലുതായിട്ട് എനിക്കൊന്നും പറയാനില്ല. നമ്മൾ
ഈ ഒരു ചാനൽ ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് എനിക്കിനി അടുത്ത ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനിയും നമ്മുടെ ഈ വൺ പീസ് ജേർണിക്ക് ആർക്ക് കൂടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് പാർട്ട് 1 ആണ്. നമ്മളെന്തായാലും ഈ വീഡിയോ എനിക്ക് എന്തായാലും എപ്പോഴും ഈ വീഡിയോ തന്നെ ഇടാൻ പറ്റത്തില്ല, കാരണം ഇത് ഭയങ്കര ലോങ് ആണ്. ഇപ്പോൾ ഒറ്റ ചാപ്റ്റർ തന്നെ 55 പേജസ് ഉണ്ട്. അത്രയും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതെനിക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാനും പറ്റത്തില്ല, ഒറ്റൊരു വീഡിയോ ആയിട്ട് ഇടാനും പറ്റില്ല. അതുകൊണ്ട് ഒരു ചാപ്റ്റർ നമ്മൾ മാക്സിമം ഒരു 5-6 പാർട്ടായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും, കാരണം ഭയങ്കര ലോങ് ആണ് ഈ ഒരു മാഗ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് അത്രയേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. ഞാൻ ഇതുവരെ ഫസ്റ്റ് ചാപ്റ്റർ 29 പേജസ് ഇതുവരെ വായിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എനിക്ക് വായിക്കണം. എന്തായാലും വൺ പീസ് നാച്ചുറലി ആനിമി സൂപ്പറാണ്. അതുകൊണ്ട് മാഗ് എന്തായാലും അടിപൊളിയായിരിക്കും. എനിക്ക് നല്ല സപ്പോർട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ജേർണിക്ക് കൂടെ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ. അടുത്ത